ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിന്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തത് രാഹുലായിരുന്നു. അപ്പോൾ ഈ ഒരു കളിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ടോസ് ലഭിച്ചത് സൗത്ത് ആഫ്രിക്കയായിരുന്നു. അവർ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഇന്ത്യക്ക് ഇന്ന് മോശം തുടക്കമായിരുന്നു ലഭിച്ചത്. ജയ്സ്വാളും രോഹിത് ശർമ്മയും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തു. രോഹിത് ശർമ്മ ആദ്യം തന്നെ ഔട്ടായി. പിന്നീട് ജയ്സ്വാളും പുറത്തായി. ജയ്സ്വാൾ 17ഉം രോഹിത് ശർമ്മ 5 റൺസുമാണ് ഇന്നെടുത്തത്. ഇതിനുശേഷം വന്നത് ശുഭ്മാൻ ഗില്ലായിരുന്നു. ഗില്ല് വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 2 റൺസ് മാത്രമാണ് ഗില്ല് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയത് ശ്രേയസും കോഹ്ലിയുമായിരുന്നു. രണ്ടുപേരും നല്ല കളി കാഴ്ചവെച്ചു. എന്നാൽ ഈ ഒരു കൂട്ടുകെട്ടിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വിരാട് കോഹ്ലി 38 റൺസ് എടുത്ത് ഔട്ടായി. അതേസമയം തന്നെ ശ്രേയസും 31 റൺസ് എടുത്തു. 100 റൺസ് കഴിയുമ്പോഴേക്കും ഇന്ത്യയുടെ 5 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ 150 റൺസിൽ ഓൾ ഔട്ട് ആകുമെന്ന് എല്ലാവരും കരുതി. ഈ സമയത്ത് ഇന്ത്യയെ രക്ഷിച്ചത് രാഹുലായിരുന്നു. രാഹുൽ ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ഇന്ത്യൻ ടീമിനെ ഒറ്റയ്ക്ക് നിന്ന് നയിച്ചു. രാഹുൽ ഇന്ന് കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ 150 റൺസിനുള്ളിൽ ഓൾ ഔട്ട് ആയേനെ. സൗത്ത് ആഫ്രിക്കയുടെ ബൗളിങ്ങിന് മുന്നിൽ ഇന്ത്യൻ ടീമിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇന്ത്യയെ എറിഞ്ഞിട്ടത് ഖഗീസോർ റബാദയായിരുന്നു. താരത്തിന് ഇന്ന് 5 വിക്കറ്റ് ലഭിച്ചു. എങ്കിലും ഇന്ത്യ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. ആരൊക്കെ ഔട്ടായാലും രാഹുൽ ഒരു ഭാഗത്ത് മികച്ച കളി പുറത്തെടുത്തു. സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സിനെ രാഹുൽ അടിച്ചു പറത്തി. ഇപ്പോൾ ഒടുവിൽ സ്റ്റംപ് എടുക്കുമ്പോൾ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് എടുത്തിട്ടുണ്ട്. ആദ്യ ടെസ്റ്റിന്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഇപ്പോഴും ഔട്ടായിട്ടില്ല. താരം ഇപ്പോൾ 70 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ന് രാഹുൽ മാത്രമാണ് ഇന്ത്യൻ ടീമിൽ കളിച്ചത്. അതുപോലെ കോഹ്ലിയും ശ്രേയസും കുറച്ച് സംഭാവന ടീമിന് കൊടുത്തു. ഇന്ത്യയുടെ മിഡിൽ ഓർഡർ അവരുടെ കയ്യിലായിരുന്നു. രാഹുൽ ഇന്ന് ക്ഷമയോടെ കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ഓൾ ഔട്ടായേനെ. നാളെ രാഹുൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചാൽ ഇന്ത്യക്ക് 300 റൺസിനടുത്ത് എത്താൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ടെസ്റ്റിൽ പണി കിട്ടും. അപ്പോൾ നമുക്ക് നാളത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.